നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ 2024 വർഷഫലം ഓരോ നക്ഷത്രത്തിൻ്റെയും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നാളിൻ്റെയും ഓരോ ദിവസമായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ വരുന്നത്. നമുക്ക് ഈ മാസത്തിലെ മാസഫലത്തിലേക്ക് കിടക്കാം. അശ്വതി, ഭരണി, കാർത്തികക്കാൽ, മേടക്കൂറുകാർക്ക് ഈ വരുന്ന ഒരു മാസം സാമ്പത്തികമായിട്ട് നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ അവർക്ക് ദീർഘനാളായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ലോൺ അതുപോലെ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാനുണ്ടെങ്കിൽ അതിന് വളരെ നല്ലൊരു സമയമാണ് ഈ വരുന്ന ഒരു മാസം. ഏതെങ്കിലും വിധത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യാനും നല്ല സമയമാണ്. അതുപോലെ തന്നെ ആഭരണങ്ങൾ മേടിക്കാനും ലക്ഷറി ഐറ്റംസ് മേടിക്കാനും അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു മാസം. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ പുതിയ ബിസിനസ് ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഗവൺമെൻറ്റിൽ നിന്നും ബിസിനസ്സിലേക്ക് ആവശ്യമായ ധനസഹായങ്ങൾ കിട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും വളരെ നല്ലൊരു സമയം കൂടിയാണ്. ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റബിളായിട്ട് തന്നെ നല്ല ഉയർന്ന് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളും ഈ മാസം തന്നെ മാറിക്കിട്ടും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം കുറയും. പ്രതീക്ഷിക്കുന്ന ആ ഒരു ശമ്പളവും ഉയർച്ചയും തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ഈ മാസം നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ കരിയറിൽ നല്ലൊരു ഉയർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കും നല്ല സമയമാണ് ഈ വരുന്ന ഒരു മാസം. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. ദമ്പതികൾ തമ്മിൽ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈഗോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നല്ലതാണ്. മേടക്കൂറുകാരെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനും അനുയോജ്യമായ സമയമാണ് ഈ വരുന്ന ഒരു മാസം. മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കോൺട്രാക്റ്റ് കിട്ടാനും നല്ല സമയം കൂടിയാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ലത്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം, അര, ഇടവക്കൂറുകൾക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ അവര് ആ ശ്രമിക്കുന്നത് രഹസ്യ രീതിയിലായിരിക്കണം അവർ ശ്രമിക്കുന്നത്. പബ്ലിക്കായിട്ട് പോയി ട്രൈ ചെയ്ത് പല സീക്രട്ട് വഴി ടിപ്സ് വഴി അവർ ശ്രമിച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ ഈ വരുന്ന ഒരു മാസം സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് സമാധാനമായിട്ടിരിക്കുന്ന ഒരു ലൈഫിലേക്ക് വരാനും ഈ മാസം സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോപ്പർട്ടിയോ വാഹനങ്ങളൊക്കെ മേടിക്കാനും അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു മാസം. ബിസിനസ് ചെയ്യുന്നവർ കൂടുതലായിട്ട് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് പ്രോഫിറ്റ് അവർക്ക് ലഭിക്കുക. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഫോറിൻ റിലേറ്റഡ് ബിസിനസ്സിലെ ആ തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ പ്രോഫിറ്റ് വരാനും തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഫോറിൻ ബിസിനസ് പുതുതായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു മാസം. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം കൂടും. സുപ്പീരിയേഴ്സൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ഒരു കോംപ്രമൈസിൽ തർക്കങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത് ഇവർക്ക് നല്ലതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുറത്തുള്ളവരുമായി അല്ല പുറത്തുള്ള ആൾക്കാർ നമ്മുടെ അതായത് ഭാര്യാഭർത്തക്കന്മാരുടെ ബന്ധത്തിലൊരു പ്രശ്നം അല്ലെങ്കിൽ തർക്കങ്ങൾ വരാനുള്ള സാഹചര്യം ഒഴിവാക്കുക. ദമ്പതികൾ കൂടുതലായിട്ടും അവരുടെ കുട്ടികളുടെ ഭാവി അല്ല അവരുടെ വിദ്യാഭ്യാസത്തിൽ വേണം തീർച്ചയായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ. അതുപോലെ തന്നെ ഇവരുടെ ഈ നക്ഷത്രക്കാരുടെ സഹോദരന്മാരൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നൊരു സ്ഥിതിയും കൂടി ഉണ്ടാകും. ദീർഘനാളായിട്ട് കുടുംബത്തിലുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ മാറി നല്ലൊരു സൗമ്യതയോടെ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി പോകുന്ന അന്തരീക്ഷമൊക്കെ കുടുംബത്തിലുണ്ടാകും. മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും തേടി വരും. അതുപോലെ തന്നെ ഇവർക്ക് വിദേശത്തും കൂടെ ട്രൈ ചെയ്താൽ നല്ല അവസരങ്ങൾ ഇവർക്ക് ഈ മാസം വിദേശത്തിനുണ്ടാവും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വലിയ തിരിച്ചടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വരുന്ന ഒരു മാസം. പക്ഷേ ഇവരുടെ ലീഡേഴ്സൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന സ്ഥിതികൾ ഉണ്ടാവും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഓരോ തീരുമാനങ്ങളും എടുക്കുവാനും അത് പബ്ലിക്കായിട്ട് പറയുവാനും. പല വിധത്തിലുള്ള കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ സൗഹൃദങ്ങളാണെങ്കിലും ഒരു ലിമിറ്റിൽ കൊണ്ട് നിർത്തുന്നതാണ് അത് വളരെ നല്ലത് ഈ നക്ഷത്രക്കാരുടെ കരിയറിന്. കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്താൽ മാത്രമാണ് അവർക്ക് ആ നിശ്ചിത സ്കോർ അവർക്ക്
നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ആ അഡ്വൈസ് കൃത്യമായിട്ട് പാലിക്കണം ഈ വരുന്ന ഒരു മാസത്തേക്ക്. ഈ വരുന്ന ഒരു മാസത്തേക്ക് പോരാ, തീർച്ചയായിട്ടും അവർ പാലിക്കണം. പക്ഷേ ഈ വരുന്ന ഒരു മാസം അവർ കൂടുതൽ മടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ആഡ് ചെയ്തത്. മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മകീരം അവസാന ഭാവം തിരുവാതിര, പുണർദം, മുക്കാലം, മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് ഈ മാസം അവരുടെ എഫർട്ടിന്റെ അതുകൊണ്ടുള്ള ഒരു വിജയം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും വളരെ നല്ല സമയമാണ്. ജ്വല്ലറി, ആഭരണങ്ങൾ, വസ്തുവകളൊക്കെ മേടിക്കാനും അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു മാസം. കുടുംബത്തിൽ ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ വിവാഹത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം തന്നെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിച്ചു വരികയും ചെയ്യും. ഗുരുഭഗവാന്റെ ആ സഞ്ചാരം കൊണ്ട് ഇവരുടെ ആ ഒരു ഗുഡ് വില്ലും കൂടെ വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കുടുംബത്തിൽ ദമ്പതികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധിക്കണം. അത് എന്ത് ആർഗ്യുമെന്റ് ഉണ്ടായാലും അത് കോംപ്രമൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഈ നക്ഷത്രക്കാർ അവരുടെ കുട്ടികളുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസത്തിലായിരിക്കണം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ബിസിനസ്സൊക്കെ വർദ്ധിച്ചു വരും. പ്രോഫിറ്റും തീർച്ചയായിട്ടും വർദ്ധിക്കും. ഇന്റർനാഷണലായിട്ട് അന്താരാഷ്ട്ര ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. കൂടുതൽ ലാഭം വിദേശത്തു നിന്ന് വരാനുള്ള യോഗം കൂടെയുണ്ട്. അതുപോലെ തന്നെ വിദേശ യാത്രകൾ നടത്താനും അനുകൂലമായ സമയമാണ്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ശമ്പള വർധനവ്, അതുപോലെ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ട ആവശ്യകതയൊക്കെ ഈ മാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ജോലി സ്ഥലത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങി വരാനും ഇവർക്ക് പ്രമോഷൻ കിട്ടാനും ശമ്പള വർധനവിനും അനുകൂലമാണ്. പക്ഷെ എന്നിരുന്നാലും അവർ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ ആ ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വളരെ നല്ലതാണ്. വലിയ എഫർട്ട് ഇല്ലാതെ അവർക്ക് നല്ലൊരു ഗുഡ് വില്ലും നല്ല പൊസിഷനും കിട്ടാനും കൂടെ അനുകൂലമായ സമയമാണ്. മീഡിയ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കോൺട്രാക്റ്റ് കിട്ടാനും നല്ല സമയമാണ്. കുട്ടികൾ തീർച്ചയായിട്ടും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമാണ് അവരുടെ പ്രതീക്ഷയുടെ അടുത്തുള്ള ഒരു എഫർട്ട് അവർക്ക് കിട്ടുക. സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. പുണർദം അവസാന ഭാഗം, പൂയം, ആയില്യം, കർക്കിടക്കൂറ്. കർക്കിടക്കൂറുകാർക്ക് അവരുടെ ആ ഒരു എഫർട്ടിനനുസരിച്ചുള്ള വിജയം ഈ മാസം അവർക്ക് ലഭിക്കും. സാമ്പത്തികമായിട്ട് വളരെ നല്ലൊരു സമയം കൂടിയാണ്. ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ അമ്മയുടെ ആരോഗ്യത്തിൽ ഒരു ആശ്വാസം കാണാനും കൂടെ സാധിക്കും. ഈ നക്ഷത്രക്കാർ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ടതും ആയിട്ട് കൈകാര്യം ചെയ്യുമ്പോഴും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദീർഘനാളായിട്ട് പെൻഡിംഗ് ഉള്ള ലീഗൽ കേസസ് ഇവർക്ക് അനുകൂലമായിട്ട് വരാനും നല്ല സമയമാണ് ഈ വരുന്ന ഒരു മാസം. കുടുംബത്തിൽ നല്ല സമാധാനവും മംഗളകാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ പുതിയ ആഭരണങ്ങൾ മേടിക്കാനും പ്രോപ്പർട്ടി മേടിക്കാനും വാഹനങ്ങൾ മേടിക്കാനൊക്കെ അനുകൂലമായ സമയമാണ്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാനും, അതുപോലെ തന്നെ പങ്കാളിയായിട്ടുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് നല്ലൊരു അന്തരീക്ഷം ഈ മാസം ഇവർക്ക് ലഭിക്കും. പങ്കാളിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് തരും. പക്ഷെ ഇവർ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നക്ഷത്രക്കാരുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ചിലപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് എതിരായിട്ട് വരാനും അത് ഈ നക്ഷത്രക്കാരെ തിരിച്ചറിയാനും പിന്നീട് അതിനെതിരെ ഏതെങ്കിലും രീതിയിൽ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ജോലി ചെയ്യുന്നവരുടെ ജോലി ഭാരം കൂടും. ജോലി സ്ഥലത്ത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വരാനും അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു എഫർട്ടിൻ്റെ ആ ഒരു ടാലൻറ്റ്, അതിനുള്ള ഒരു അംഗീകാരമൊക്കെ ലഭിക്കാനും നല്ല സമയം കൂടിയാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പക്ഷേ കൂടുതൽ കോൺസെൻട്രേഷൻ ബിസിനസ് നന്നായി വരുമ്പോൾ കൊടുത്താൽ മാത്രമായിരിക്കും ഡബിളായിട്ട് പ്രോഫിറ്റ് വർദ്ധിച്ചു വരിക. ഈ വിദേശമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണ്. വിദേശ യാത്രകൾ ചെയ്യാനും നല്ല സമയമാണ്. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും. കലാ മീഡിയ രംഗത്തുള്ളവർക്ക് അവരുടെ ഡ്രീംസ് ഒക്കെ സ്വപ്നം പൂവണിയുക എന്ന് പറയുന്ന പോലെ അവരുടെ ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ നല്ലൊരു മാസം കൂടിയാണ് ഈ വരുന്ന ഒരു മാസം. പുതിയ കോൺട്രാക്റ്റുകൾ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ വിദേശമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് വളരെ നല്ലൊരു അനുകൂലമായ സ്ഥിതിയാണ് ഈ മാസം കാണുക. കുട്ടികൾ കൂടുതൽ ആ വിദ്യാഭ്യാസത്തിൽ പഠിത്തത്തിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത് അല്പം കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മകംപൂരം, ഉത്രം, കാൽ, ചിങ്ങക്കൂറുകൾക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു സമയമാണ്. ഏതെങ്കിലും രീതിയിലുള്ള കോമ്പറ്റീഷനൊക്കെ ലൈഫിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞു വരാനും
എതിര് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാനൊക്കെ നല്ല സമയം കൂടിയാണ്. ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. ലീഗൽ കേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യും. സൂര്യഭഗവാന്റെ സഞ്ചാരം കൊണ്ട് എന്ത് പ്രവൃത്തികൾ ഈ നക്ഷത്രക്കാർ ചെയ്താലും അതൊക്കെ അവർക്ക് ഫേവറായിട്ട് വന്ന് അനുകൂലമായിട്ട് വന്ന് വിജയത്തിലേക്ക് തന്നെ എത്തിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അത് വിജയത്തിലേക്ക് എത്താനും നല്ല സമയം കൂടിയാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാനും നല്ല ടൈം കൂടിയാണ്. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടാണെങ്കിലും സ്വദേശമാണെങ്കിലും ഗവൺമെന്റിൽ നിന്നുള്ള പെർമിഷൻ കിട്ടാനും നിയമപരമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലീഗലായിട്ട് തന്നെ നല്ല രീതിയിൽ അവർക്ക് തുടങ്ങാൻ വളരെ നല്ല സമയമാണ് ഈ വരുന്ന 1 മാസം. അതുപോലെ തന്നെ പ്രോഫിറ്റൊക്കെ വർദ്ധിച്ചു വരാനും ബിസിനസ് നല്ല ഫ്ലറിഷ് ചെയ്യാൻ വളരെ ബെസ്റ്റ് ടൈം കൂടിയാണ്. ജോലി ചെയ്യുന്നവരുടെ ജോലിഭാരമൊക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ആ ജോലി സ്ഥലത്തുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അവരുടെ ആ ഒരു കഴിവിനുള്ള അംഗീകാരം അല്ലെങ്കിൽ ഒരു ഗുഡ് വില്ലും കൂടെ കിട്ടാനും നല്ല സമയമാണ്. കുടുംബത്തിലെ പല പ്രശ്നങ്ങളും പങ്കാളികളായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ പങ്കാളിയോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്ന് അല്പം മയപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇവർ പൊതുവേ ഈ വർഷം ഞാൻ ആ വർഷപരിധി പറഞ്ഞിരുന്നു വാക്കുകൾ കടുപ്പത്തിലുള്ള വാക്കുകൾ ഇവർ പ്രയോഗിക്കുമെന്ന്. അപ്പം അതുപോലുള്ള ആ വാക്കുകളൊന്ന് മയപ്പെടുത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ തന്നെ വളരെ നല്ലൊരു കാര്യം കൂടിയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള യോഗം കൂടിയുണ്ട്. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കുകയും പുതിയ കെട്ടിട നിർമ്മാണങ്ങൾ നടത്താനും അതുപോലെ തന്നെ വീട് വയ്ക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് റീലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു യോഗം കൂടി ഉണ്ടാവും. കലാരംഗത്തും മീഡിയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഒരു മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അവരുടെ ക്ഷമയാണ് ഈ വരുന്ന 1 മാസം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഔട്ട്സൈഡേഴ്സിൻ്റെ പല പ്രശ്നങ്ങളും ഈ നക്ഷത്രക്കാരുടെ കരിയറിൽ കലാരംഗത്തും മീഡിയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കരിയറിൽ. അതുകൊണ്ട് അത് വളരെ കെയർഫുൾ ചെയ്ത് എടുത്തു ചാടാൻ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കണ്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. വിദേശമായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കലാരംഗത്തുള്ള അവസരങ്ങൾ വിദേശത്ത് ലഭിക്കുന്നതാണ്. കുട്ടികൾ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ദുർഗാദേവി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഉത്തരമുക്കാല് അത്തം ചിത്തിര കന്നിക്കൂറുകൾക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. സാമ്പത്തികം കൂടുതലായിട്ട് വരും. പക്ഷെ അറ്റ് ദ സെയിം ടൈം എക്സ്പെൻസ് വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾക്കും മറ്റ് മംഗളകാര്യങ്ങൾക്കുമായിട്ട് കൂടുതൽ പൈസ ചെലവാകാനുള്ള യോഗവുമുണ്ട്. ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. പുതിയ സൗഹൃദങ്ങൾ വരും. ആ പുതിയ സൗഹൃദങ്ങൾ കിട്ടുമ്പോൾ അത് വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ ആ പുതിയ സൗഹൃദങ്ങൾ വഴി അവർക്ക് പല പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ദീർഘനാളായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തും അതുപോലെ തന്നെ എതിരാൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ അതൊക്കെ മാറാനും നല്ല സമയമാണ്. പക്ഷേ ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയോട് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ ചില തർക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് കൺട്രോൾ ചെയ്ത് പോകേണ്ടതാണ്. അതുപോലെ തന്നെ വാഹനം മേടിക്കാനും പ്രോപ്പർട്ടി ജ്വല്ലറി ഐറ്റംസ് മേടിക്കാനും അനുകൂലമായ സമയമാണ്. ബിസിനസ്സിന് വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആയിട്ട് ബിസിനസ് ചെയ്യുവാനും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും അനുകൂലമായ സമയമാണ്. കൂടുതൽ പ്രോഫിറ്റും ആ വഴി തീർച്ചയായിട്ടും ലഭിക്കും. ഏതെങ്കിലും രീതിയിലുള്ള നിയമപ്രശ്നങ്ങൾ വ്യവഹാരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് മാറി നല്ല രീതിയിലേക്ക് ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിച്ച് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഈ മാസം സാധിക്കും. വിദ്യാർത്ഥികൾ വളരെ കൂടുതൽ ഈ മാസം പഠിത്തത്തിൽ വിദ്യാഭ്യാസം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളായിട്ട് ഫ്രണ്ട്ഷിപ്പ് വളരെ കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് വേണം മുന്നോട്ട് പോകുവാൻ. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം കൂടും. ഏത് ജോലി ചെയ്താലും അതിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് തന്നെ ജോലി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആ ജോലി സ്ഥലത്തുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ഈ മാസം വളരെ നല്ലതാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ചിത്തിര ചോതി വിശാഖം മുക്കാല് തുലാക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായിട്ട് വരാനും ഒരു നല്ല സമയം കൂടിയാണ്. ഏതെങ്കിലും രീതിയിലുള്ള എതിരാൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ മാറി ഇവർക്ക് ഒരു സൗഹൃദ രീതിയിലേക്ക് വരും. ആരോഗ്യം മെച്ചപ്പെടും. അതുപോലെ തന്നെ ഇവിടെ ആ സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കും. ലീഗൽ കേസൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് അനുകൂലമായിട്ട് വരാനും നല്ല സമയം കൂടിയാണ്.
കുടുംബത്തിലെ ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളൊക്കെ നടക്കും. വിവാഹത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായ സമയമാണ്. കുടുംബത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു സമാധാനപരമായ അന്തരീക്ഷം കുടുംബത്തിലുണ്ടാവും. ദമ്പതികൾ തമ്മിൽ നല്ലൊരു ഐക്യത്തോടെ ആയിരിക്കും ഈ മാസം മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ വാഹനം, പ്രോപ്പർട്ടി മേടിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നല്ല സമയം കൂടിയാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ബിസിനസ്സിനുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി ബിസിനസ് നല്ല രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും വളരെ നല്ല സമയമാണ്. ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭം കൊയ്യാനും അതുപോലെ സ്റ്റാർട്ടപ്പ് അത് ആരംഭിക്കാനും വളരെ നല്ല സമയം കൂടിയാണ് ഈ വരുന്ന ഒരു മാസം. ജോലി ചെയ്യുന്നവർക്കുടെ ജോലി ഭാരം കുറയും. അതുപോലെ തന്നെ ഏതെങ്കിലും തടസ്സങ്ങൾ ജോലി സ്ഥലത്തുണ്ടെങ്കിൽ അതൊക്കെ മാറുകയും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. രാഷ്ട്രീയ മേഖലയുള്ളവർക്ക് പുതിയ പോസ്റ്റുകൾ, പൊസിഷൻ കിട്ടുകയും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും. കുട്ടികൾ കൂടുതലായിട്ടും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ മാസം ഈ വിദ്യാർത്ഥികളുടെ അധ്യാപകർ ഈ കുട്ടികളുടെ ആ ഒരു പാഷനൊക്കെ മനസ്സിലാക്കി വളരെ പ്രോത്സാഹനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. വിശാഖം അവസാന ഭാവം അനിഴം, തൃക്കേട്ട, വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. പക്ഷേ അവർക്ക് എക്സ്പെൻസ് വളരെയധികം വർദ്ധിക്കും. ആരോഗ്യ കാര്യങ്ങളിലും മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തിക ചെലവ് വരാനും സാധ്യതയുണ്ട്. അവരുടെ ആ ഒരു ആത്മവിശ്വാസം, ധൈര്യമൊക്കെ വർദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സാമ്പത്തിക സഹായം കിട്ടേണ്ടത് അതൊക്കെ ഇവർക്ക് കിട്ടാനും നല്ലൊരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നടത്തി വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ദീർഘനാളായിട്ടുള്ള കടങ്ങളൊക്കെ വീട്ടാനും അതുപോലെ തന്നെ ഒരു വാഹനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായ സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കും. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൽ കൂടുതൽ ഒരു ഉയരത്തിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ ആരംഭിക്കാനും അനുകൂലമായ സമയമാണ്. ജോലി ചെയ്യുന്നവർക്ക് ജോലി ഭാരം കുറയും. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ഏതെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നല്ലൊരു പൊസിഷനിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കും. വിദ്യാർത്ഥികൾ കൂടുതലായിട്ടും വിദ്യാഭ്യാസം കോൺസെൻട്രേറ്റ് ചെയ്യുകയും ടീച്ചേഴ്സിൻ്റെ അഡ്വൈസ് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഒതുക്കും. അതുപോലെ തന്നെ ചിലർക്ക് ഒന്ന് റീലൊക്കേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും നല്ല സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ കുട്ടികളുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിൽ പല തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മൂലം, പുരാട, ഉത്രാടം, കാല്, ധനുക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിക്കാനും നല്ല സമയമാണ്. ദീർഘനാളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ മാറാനും ഇവർക്ക് എതിരികളൊക്കെ മാറാനും അതുപോലെ തന്നെ ഇവരുടെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നല്ല സമയം കൂടിയാണ്. കുടുംബത്തിൽ ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ കുട്ടികൾക്ക് വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കാനും അനുകൂലമായ സമയം കൂടിയാണ്. പുതിയ വാഹനം വാങ്ങാനും പ്രോപ്പർട്ടി മേടിക്കാനും നല്ല സമയമാണ്. അതുപോലെ തന്നെ വിദേശയാത്ര നടത്താനും ഈ മാസം തന്നെ ഇവർക്ക് സാധിക്കും. ദമ്പതികൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ജോലി ചെയ്യുന്നവരുടെ ജോലി ഭാരം കുറയും. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് നന്നായിട്ട് തിളങ്ങാൻ അവർക്ക് സാധിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുകയും അതുപോലെ തന്നെ ഏതെങ്കിലും തടസ്സങ്ങൾ ആ ജോലി സ്ഥലത്തുണ്ടെങ്കിൽ അതൊക്കെ മാറാനും കൂടി സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഒന്ന് സ്ലോയിലായിരിക്കും ഒന്ന് ഉയർന്നു വരിക. പക്ഷേ ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ കസ്റ്റമേഴ്സായിട്ട് ഇടപെടുമ്പോൾ പല പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. കഴിഞ്ഞ മാസങ്ങളിലോ അതിന് മുമ്പോ ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ ബിസിനസ്സിൽ ഉണ്ടായിട്ടില്ല. ആ പ്രശ്നങ്ങളൊക്കെ മാറാനും കൂടുതൽ എഫർട്ട് കൊടുത്താൽ നല്ല രീതിയിലേക്ക് ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ 1 by 1 ആയിട്ട് തീർത്ത് നല്ലൊരു നിലയിലേക്ക് ഒരു ഗുഡ് വില്ല് കിട്ടാനും കൂടി ഇവർക്ക് ഉയർന്നു വരാൻ സാധിക്കും. കുട്ടികൾക്ക് ഇവരുടെ വിദ്യാഭ്യാസ കാലത്ത് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് മുന്നോട്ട് പോകാനും കൂടെ അനുകൂലമായ സമയമാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, വിട്ടം, അര, മകരക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. പക്ഷേ ഇവർക്ക് ചെലവുകൾ വളരെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമാണ്.
വൈറസ് സംബന്ധമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞു വരാനും കൂടെ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിച്ച് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവരുടെ താമസസ്ഥലം ഒന്ന് റീലൊക്കേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു മാസം. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടെൻഷൻസ് ഇവർക്ക് ഉണ്ടാകും. അത് ഏത് രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ടെൻഷൻ ഉണ്ട്. ആ ടെൻഷനൊക്കെ മാറ്റി വെച്ചാൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും ഇവരുടെ ജോലിഭാരം കൂടുകയും ആ സുപ്പീരിയേഴ്സും ഒക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. പക്ഷേ ജോലി സ്ഥലത്ത് പല കോൺഫ്ലിക്റ്റ് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഇവർ ഒന്ന് ഒതുങ്ങി ക്ഷമയോടുകൂടി മാറുന്നത് വളരെ നല്ലതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഒന്ന് സ്ലോയിലായിരിക്കും ഉയർന്നു വരിക. പുതിയ കസ്റ്റമേഴ്സൊക്കെ വരും. അതുപോലെ തന്നെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ തന്നെ വരാനുള്ള യോഗമുണ്ട്. കുടുംബത്തിൽ സമാധാനമൊക്കെ ഉണ്ടാവും. ഈ നക്ഷത്രക്കാരുടെ പങ്കാളി ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റു കുടുംബാംഗങ്ങളും ഇവർക്ക് നല്ലൊരു സപ്പോർട്ടീവായിട്ട് തന്നെ വരും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏത് കാര്യം ചെയ്താലും അവർ 2 തവണ ആലോചിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. വിദ്യാർത്ഥികൾ പൂർണ്ണമായും അവരുടെ ആ ടീച്ചേഴ്സിൻ്റെ അഡ്വൈസ് തന്നെ മുന്നോട്ട് പോകുക. ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. അവിട്ടം അവസാന ഭാഗം ചതയം പോയിട്ടാതി മുക്കാലി കുംഭക്കൂറ് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. പക്ഷെ സാമ്പത്തികം വരുന്നതിന് പലവിധ തടസ്സങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കും. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും നമുക്ക് എതിരുള്ള ആൾക്കാരും അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ കുടുംബത്തിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഒന്ന് മാനേജ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ നിയമ സംവിധാനത്തിൽ നിന്നോ ചില പെനാൽറ്റി ഒക്കെ വരാനുള്ള ഒരു യോഗം കൂടെ ഈ നക്ഷത്രക്കാർക്കുണ്ടാവും. ബിസിനസ് ഒന്ന് സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ചൊവ്വയുടെ സഞ്ചാരം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് കിട്ടാനുള്ള യോഗം കൂടിയുണ്ട്. പക്ഷെ പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. കുടുംബത്തിലെ പലവിധ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടും പല തർക്കങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എസ്പെഷ്യലി ലേഡീസ് അവരുടെ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം ട്രീറ്റ്മെൻറ്റ് യഥാസമയം എടുത്ത് വേണം മുന്നോട്ട് പോകുവാൻ. കുടുംബത്തിൽ പല വിധത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ഇവരുടെ ആ ഒരു ധൈര്യം ഇവർക്കിത് കുടുംബം മാനേജ് ചെയ്ത് പോകാൻ സാധിക്കും. ജോലി ചെയ്യുന്നവരുടെ ജോലിഭാരം കൂടും. എന്ത് ജോലി ചെയ്താലും ആ ജോലിയിൽ വളരെ ജാഗ്രതയോട് കൂടി ഇരുന്ന് വേണം മുന്നോട്ട് പോകുവാൻ. കഴിവതും കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് വളരെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അവർക്ക് ആ ജോലി സ്ഥലത്ത് വരിക. രാഷ്ട്രീയ മേഖലയുള്ളവർക്ക് പുതിയ പോസ്റ്റുകൾ പുതിയ പൊസിഷൻ കിട്ടാനും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കാനും അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾ അവരുടെ ആ വിദ്യാഭ്യാസം കൂടുതലായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ശനീശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. പൂട്ടാതി അവസാന ഭാഗം ഉത്തട്ടാതി രേവതി മീനക്കൂറുകാർക്ക് സാമ്പത്തികം ഒന്ന് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവർക്ക് എക്സ്പെൻസ് വളരെയധികം വർദ്ധിക്കാനുള്ള യോഗവും ഈ വരുന്ന ഒരു മാസമുണ്ട്. സുഹൃത്തുക്കൾ തമ്മിൽ പല വിധത്തിലുള്ള തർക്കങ്ങൾക്ക് ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള ലീഗൽ കേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഏതെങ്കിലും എനിമീസ് അതിപ്പം ഇൻഡയറക്റ്റ് ആയിട്ടും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനും കൂടെ സാധിക്കും. വിദേശയാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ജോലി ചെയ്യുന്നവരുടെ ജോലിഭാരം കുറയും. അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സാലറി ഇൻക്രിമെൻറ്റ് മറ്റ് വിദേശ സംബന്ധമായിട്ടും സ്വദേശമായിട്ടും ബന്ധപ്പെട്ട ജോലി സംബന്ധമായ യാത്രകൾ ഇതിനൊക്കെ അനുകൂലമായ സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിലുള്ള തടസ്സങ്ങളൊക്കെ കുറഞ്ഞു വരികയും ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് കിട്ടുകയും ആ വഴി അവരുടെ ബിസിനസ് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കും. ഒരു പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റ് തീർച്ചയായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ പുതിയ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനും പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാനും വളരെ നല്ല സമയം കൂടിയാണ് ഈ വരുന്ന ഒരു മാസം. മറ്റു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുറത്തുനിന്ന് അപരിചിതരായ വ്യക്തികൾ കുടുംബത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ പലവിധ തർക്കങ്ങളുണ്ടാവും. അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ പേരൻസ് തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിലും അതും ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കുകയും പുതിയ ഉത്തരവാദിത്വങ്ങൾ പുതിയ പൊസിഷനുകൾ ഇവരെ തേടി വരികയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൂടുതൽ ഉഷാർ അല്ലെങ്കിൽ കൂടുതൽ താല്പര്യം ലഭിക്കാനും നല്ല സമയം കൂടിയാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്.
ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു ആ ഓരോ നക്ഷത്രത്തിൻ്റെയും ഫലം ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതാത് നക്ഷത്രത്തിൽ പറഞ്ഞേക്കുന്ന ആ ദേവതയെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചാൽ, ഈ വർഷം കൂടുതലായിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് വരാനുള്ള തടസ്സങ്ങളൊക്കെ മാറി ലൈഫ് നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ നക്ഷത്രത്തിൻ്റേത് കഴിഞ്ഞിട്ട് പുതിയ നല്ലൊരു സബ്ജക്റ്റായിട്ട് പുതിയ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായിട്ട് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. നമ്മുടെ ലക്കി പോയിന്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ നമ്മുടെ ഒരു ഭാഗ്യം, ജീവിതത്തിലെ ആ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ പുറകെ വലിയ താമസിക്കാതെ വരും. എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ടിനും ഒരു സ്നേഹത്തിനൊക്കെ താങ്ക്സ്. നമസ്കാരം.